എരന്ന് തിന്നുന്നവരെ തുരന്ന് തിന്നാന്ന് പറയില്ല, അങ്ങനത്തെ കുറച്ചായിട്ട് ആൾക്കാരുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് വരുന്ന കുറച്ച് മെസ്സേജസ് ഉണ്ട്. നല്ല രീതിയിൽ ബിസിനസ് സംസാരിച്ച കുറച്ച് ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പലരെയും. പല ബുദ്ധിമുട്ട് പറഞ്ഞ ആളുകളെയും നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല, അവരുടെ നിന്ന് നമ്മളൊരു പ്രോഡക്റ്റും വേണ്ട, ഒന്നും വേണ്ട. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ എവിടെ നിന്ന് എടുത്തു എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കി അവരായിക്കോളാം എന്നുള്ള രീതിയിൽ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ ഡീലറിനെ കണ്ടെത്തിയതെന്നും പ്രൊഡക്റ്റ് എടുത്തതെന്നൊന്നും അവർക്ക് അറിയണ്ട. ഇത് കണ്ടോ, ഇതൊക്കെ എനിക്ക് വേസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ ആദ്യം ചെയ്ത മാലയും കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ എനിക്ക് വേസ്റ്റാണ്, നല്ല ഡീലറെ കിട്ടാതെ. പിന്നെ ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നല്ലൊരു ഡീലറിനെയൊക്കെ കണ്ടെത്തിയൊക്കെ വന്നത്. ഈ പ്രൊഡക്റ്റൊക്കെ എനിക്കിവിടെ വേസ്റ്റാണ്, അതൊന്നും അറിയണ്ട. അവർക്ക് അവരുടെ കാര്യം കൊണ്ട് നടന്നാൽ മതി. എന്നാൽ നമ്മൾ ഒഴിവാക്കി വിടുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലഞ്ഞിട്ടാണ് നമ്മളൊക്കെ റിപ്ലൈ തരാത്തതെന്ന് പറഞ്ഞിട്ടൊന്ന് മാറി നിൽക്കുക, അതുമില്ല. പ്ലീസ് പറഞ്ഞു തരുമോ, പറഞ്ഞായോ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാവർക്കും അങ്ങ് പറഞ്ഞു കൊടുക്കണം. ഏതെങ്കിലും ഒരു ഷോപ്പുകാരോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളോ എത്ര രൂപയ്ക്ക് എടുക്കണമെന്നും ഞാൻ എവിടെ നിന്ന് എടുക്കണമെന്നും എത്ര രൂപയ്ക്കൊക്കെ കൊടുക്കുക, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ വഴി പോകണവർക്കും എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുമോ? ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവോ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് പലരും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അങ്ങനെ ഇതുപോലെ എനിക്ക് മെസ്സേജ് അയച്ച് ഭയങ്കര ബുദ്ധിമുട്ടാക്കി, ഞാൻ അത് ബ്ലോക്ക് ചെയ്തേണ്ടി വന്നു. ഇന്നും അതുപോലെ തന്നെ ഒരു കുട്ടിയെ ഇങ്ങനെ മെസ്സേജ് അയക്കും, ഞാൻ അതിനെ മൈൻഡേ ചെയ്തില്ല. ആദ്യം കോൺടാക്ട് ചെയ്ത കുട്ടീനെ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. ഞാൻ ആ കുട്ടീനെ ചീത്ത പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ചീത്ത പറഞ്ഞാൽ എനിക്ക് വിഷമമായതുകൊണ്ട് ഞാൻ ആ കുട്ടീനെ ചീത്ത പറഞ്ഞില്ല. ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്പ് ചോദിച്ച കുറേ ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെന്നെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി പറഞ്ഞതിനെ പോലെ വേറെ ആരും പറഞ്ഞില്ല, പറഞ്ഞു തന്നിട്ടില്ല, എന്നെ ചീത്ത പറഞ്ഞു വേറൊരു പേജിൽ നിന്നൊക്കെ. അതുപോലെ എന്നെപ്പോലെ റീസെൽ ചെയ്യുന്ന UK അയക്കാൻ വേണ്ടിയിട്ട് ഒരു ചെന്നൈയിലൊരു കുട്ടിക്ക് വർക്ക് ചെയ്യാൻ കൊടുത്തിട്ട് അവർ പറ്റിച്ചു. ഇപ്പോൾ പ്രൊഡക്റ്റ് തന്നെയില്ല, ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, കുറച്ച് റേറ്റ് കുറച്ച് തരുമോ ചോദിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവരെയും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രൊഡക്റ്റ് മുഴുവൻ എടുത്തിട്ടാണ് ഞാൻ ആ കുട്ടിക്ക് കുറഞ്ഞ റേറ്റിന് കൊടുത്തത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ദിവസമേ ഉള്ളൂ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചിട്ട് ആ കുട്ടി എന്നെ കോൺടാക്ട് ചെയ്തത്. നമുക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല, ആരെയും ഹെൽപ്പ് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒന്നും നമ്മൾ പറയില്ല. പക്ഷേ ഇതുപോലെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ഭയങ്കര. നമ്മൾ അവോയ്ഡ് ചെയ്താലും അത് ഇഷ്ടമല്ലാഞ്ഞിട്ടാന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം പോലും ഇല്ലാതെ നമ്മളെ ശല്യം ചെയ്യുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു സാമാന്യ ബോധമെങ്കിലും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.